വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പെന്തക്കോസ്തിൽ പിൻവരുന്ന ഈ ഞായർ ട്രിനിറ്റി സൺഡേ, തൃത്വ ഞായർ ആയിട്ട് സഭ ആചരിക്കുന്നു. ദൈവം ത്രിയേക ദൈവം ആകുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു. പഴയ നിയമവിശ്വാസികൾ ഏകദൈവ വിശ്വാസികൾ ആയിരുന്നു. യഹോവ നമ്മുടെ ദൈവം ആകുന്നു, യഹോവ ഏകൻ തന്നെ. ആവർത്തനം 6:4. ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പുതിയ നിയമസഭ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വ ഉപദേശത്തിൽ എത്തിച്ചേർന്നത്. അതായത് ദൈവം പഴയ നിയമത്തിൽ പിതാവായും പുതിയ നിയമത്തിൽ പുത്രനായും സഭയിൽ പരിശുദ്ധാത്മാവായും തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു. തൃത്വം എന്ന പദം ബൈബിളിൽ ഇല്ല. എങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള വേദപുസ്തക പഠിപ്പിക്കലുകളുടെ സാരാംശമാണ് തൃത്വ ഉപദേശം. കൽക്കട്ട ബിഷപ്പായിരുന്ന റെയ്നാൾഡ് ഹീബർ രചിച്ച 173-ാം കീർത്തനം ഇപ്രകാരം ആണ്: ശുദ്ധ 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 സർവശക്ത ദേവ ഭക്തഗീതം കാലേ ഞങ്ങൾ അങ്ങുയർത്തുമേ. പാപം ശാപം പോക്കും കാരുണ്യായ യഹോവ ദേവത്രിയേക ഭാഗ്യതൃത്വമേ. നമ്മുടെ പാപവും ശാപവും എല്ലാം പോക്കുന്ന കാരുണ്യവാനായ ഭാഗ്യതൃത്വത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. യേശു തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ ആരും തന്നെ തിയോളജിയന്മാർ അല്ലായിരുന്നു. അവരെല്ലാവരും ഏകദൈവ വിശ്വാസികൾ ആയിരുന്നു. എന്നാൽ അവർ എല്ലാവരും യേശുക്രിസ്തുവിനെ അടുത്ത് അറിഞ്ഞവർ ആയിരുന്നു. അവർക്കുണ്ടായ വിവിധ അനുഭവങ്ങളിൽ കൂടി അവർ ദൈവത്തെ സ്നേഹിക്കുന്ന പിതാവായും വീണ്ടെടുക്കുന്ന പുത്രനായും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവായും മനസ്സിലാക്കി. ശിഷ്യന്മാർക്കുണ്ടായ ഈ അവബോധം നമുക്കുണ്ടാവണം. അതായത് ദൈവം എന്നെ സ്നേഹിക്കുന്ന പിതാവാണ്, പാപത്തിൽ എന്നെ വീണ്ടെടുക്കുന്ന പുത്രനാണ്, സകല സത്യത്തിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. തൃത്വം ചലനാത്മകമായ സ്നേഹത്തിൻ്റെ ദിവ്യ കൂട്ടായ്മയാണ്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ തൃത്വത്തിലെ 3 ആളുത്വങ്ങളായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പര സ്നേഹബന്ധത്തിൽ ഐക്യതയോടെ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്നേഹ സമൂഹമായിട്ടാണ് നിൽക്കുന്നത്. സൃഷ്ടിപ്രവർത്തനത്തിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും ഒരുമിച്ച് ഐക്യതയോടെ സ്നേഹത്തോടെയാണ് പ്രവർത്തിച്ചത്. യോഹന്നാൻ 1:4. ഇതേ വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സൃഷ്ടിപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 1:2. ഈ ആത്മാവിനെയാണ് ശിഷ്യന്മാരെ വിശ്വാസത്തിൽ തുടർന്നും നിലനിൽക്കുവാൻ അവർക്കായി നൽകപ്പെട്ടത്. യോഹന്നാൻ 16:7 മുതലുള്ള വാക്യങ്ങൾ. അതായത് സൃഷ്ടിയിലും വീണ്ടെടുപ്പിലും ദൗത്യ നിർവഹണത്തിലുമെല്ലാം തൃത്വത്തിലെ 3 ആളുത്വങ്ങളും ഒരേപോലെ സ്നേഹസമൂഹമായി പ്രവർത്തിച്ചു എന്ന് സാരം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ പുത്രനെ നൽകി. പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹം സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ തൻ്റെ ജീവൻ തന്നെ ബലിയായി നൽകി. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രൻ ജീവൻ നൽകി വീണ്ടെടുത്ത നമ്മെ സകല സത്യത്തിലും ഇന്ന് വഴി നടത്തുന്നു. ഈ 3 ആളത്വങ്ങളുടെ സ്നേഹ കൂട്ടായ്മയാണ്
നമ്മെ പുതിയ സൃഷ്ടിയാക്കിയത്. അതുകൊണ്ട് പുതിയ സൃഷ്ടിയായിരിക്കുന്ന നമുക്കും ഒരു സ്നേഹ സമൂഹമായി ഒരുമിച്ച് നിൽക്കാം. നാം ഒരു സ്നേഹ സമൂഹമായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതായത് നാം വ്യത്യസ്ത സ്വഭാവ വിശേഷതകൾ ഉള്ളവരായിരിക്കാം, എങ്കിൽ തന്നെയും നാം തമ്മിൽ സ്നേഹത്തിലും കരുതലിലും സാക്ഷ്യത്തിലും പ്രവർത്തനത്തിലും എല്ലാം ഒന്നായി ഐക്യതയോടെ പ്രവർത്തിക്കണമെന്ന കർത്താവ് ഇച്ഛിക്കുന്നത്. ഇന്ന് വർഗം, വർണ്ണം, മതം, ലിംഗം, വിശ്വാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പല തട്ടുകളായി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ദൈവജനം എന്നഭിമാനിക്കുന്ന നമുക്ക് വേർതിരിവില്ലാതെ പ്രവർത്തിപ്പാൻ കഴിയണം. എന്തുകൊണ്ടെന്നാൽ നമ്മെ മാത്രമല്ല സകല മനുഷ്യരെയും തിരുത്തുമെന്ന സ്നേഹ സമൂഹത്തിൻ്റെ സാദൃശ്യപ്രകാരമാണ് ദൈവം സൃഷ്ടിച്ചത്. നാം വർഗത്തിലും വർണ്ണത്തിലും എല്ലാം വ്യത്യസ്തരായിരിക്കാം, എങ്കിലും നാം എല്ലാവരും പിതാപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ രൂപം വഹിക്കുന്നവരാണ്. നാം ക്രിസ്തുവിലെന്നാണ്. അതുകൊണ്ട് സകലരെയും ഒരേ വിധത്തിൽ സ്നേഹിക്കാം, ഒരേപോലെ കരുതാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ദൈവരാജ്യ വളർച്ചയ്ക്കായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. തിരുത്തമെന്ന സ്നേഹ സമൂഹത്തെ മാതൃകയാക്കി ഒരുമിച്ച് കർത്തൃമഹത്വത്തിനായി നമുക്ക് അധ്വാനിക്കാം. കർത്താവേ, ഈ ലോകത്തിൽ എല്ലാവരെയും സ്നേഹിച്ചും കരുതിയും ഭാരങ്ങൾ പങ്കുവച്ചും ഒത്തൊരുമിച്ച് പ്രവർത്തിപ്പാനും ദൈവരാജ്യ വളർച്ചയ്ക്കായി എൻ്റെ ജീവിതം സമർപ്പിച്ച് അതിൽ പങ്കാളിയാകുവാൻ സഹായിക്കണമേ. ആമേൻ. ദൈവവചനം ജീവനും ശക്തിയുമാ